LDF സ്വാമി ശരണം. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതി പ്രവേശനത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, ചുക്കാൻ പിടിച്ച LDF സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്ന രീതിയിലേക്ക് മനംമാറ്റം വന്നത് ഈ അയ്യപ്പനും ഗണപതി മിത്തല്ല എന്നുള്ള തിരിച്ചറിവാണോ അതോ വോട്ട് ബാങ്ക് ലക്ഷ്യം കണ്ടിട്ടുള്ള ഒരു ഉദ്ദേശമാണോ? അതുകൊണ്ട് തന്നെയാണോ നിങ്ങൾ പൂങ്കുന്നത്ത് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ നിർത്തിയതെന്നാണ് എനിക്കറിയുന്നത്. ഉത്തരം തന്നില്ല ശബരിമല വിഷയത്തിലെ. പിന്നെ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു ഒരു വിഭാഗത്തിന്റെ മതവിശ്വാസത്തിൽ പാർട്ടി ഇടപെടാൻ പാടില്ല. അങ്ങനെ ഇടപെടാത്ത പാർട്ടിയിലെ ചില നേതാക്കളുടെ പ്രസ്താവനകൾ ഞാൻ പറയാം. പുനഃപരിശോധനയില്ല സർക്കാർ മുന്നോട്ട്. പിണറായി വിജയൻ ഏത് യുവതി പ്രവേശനത്തിന്റെ യുവതി കയറി അയ്യപ്പന്റെ ബ്രഹ്മചര്യം നശിച്ചു, അവൻ കല്യാണം കഴിക്കണം. M സ്വരാജ് ഏത് പാർട്ടി? കടുക്കവെള്ളം കുടിപ്പിക്കണം അയ്യപ്പനെ. അവനെ പെണ്ണുങ്ങളെ കണ്ട വികാരം വരുന്നുണ്ടെങ്കിൽ TN സീമ അത് ആരുടെ നേതാവാണെന്ന് പറയണം. ഫ്യൂഡൽ ബ്രഹ്മചാരിത്തരമാണ് ഇവിടെ നടക്കുന്നത്. കയറേണ്ടവർ കയറും, കൊള്ളേണ്ടവർ കൊള്ളും. സുധാകരൻ CPM-ന്റെ അത് ഏത് പാർട്ടിക്കാരാ? പിന്നെ ഈ ആചാര സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് അയ്യപ്പന്മാർ, അത് BJP-കാരോ കോൺഗ്രസ്സുകാരോ എല്ലാവരും ഉണ്ടാവും. അയ്യപ്പന്മാർ മാത്രമാണ് അവിടെ അത് ഇട്ട് ഭജന ചൊല്ലിയാണ് അവിടെ തടയാൻ വേണ്ടി നിന്നിരുന്നത്. നാമജപമായിരുന്നു. അവരെ ലാത്തി ചാർജ് ചെയ്യുക, അത് ഈ വിശ്വാസത്തിനെതിരെ പാർട്ടി ഇടപെട്ടതല്ലേ? അത് ഇതിനേക്കാൾ വലുത് എന്താ നിങ്ങൾ ചെയ്യാനുള്ളത്? ഇതിനൊക്കെ എന്താണ് നിരോധിച്ച